ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഇറാനിലെ സാഹചര്യങ്ങളുമായി സരുൺ എ ജോസ് ചേരുന്നുണ്ട്. സരുണ്, ഇറാനിൽ ഇന്നും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെയും മിസൈൽ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ. ഈ വിവരങ്ങൾ ഓരോ ദിവസവും വരുമ്പോഴും നമ്മൾ ഓരോ ദിവസവും വിചാരിക്കും 1-2 മണിക്കൂർ വിവരങ്ങളൊന്നും വരാതിരിക്കുമ്പോൾ ഒരല്പം ശാന്തമായി തുടങ്ങി എന്നുള്ളൊരു പ്രതീക്ഷ ലോകമാകെയുള്ള രാജ്യങ്ങൾക്കിടയിൽ ആ പ്രതീക്ഷയുണ്ട്. അത് നമുക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതങ്ങനെയല്ല എന്ന് സൂചിപ്പിക്കും വിധമാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. സ്മിത, ഇറാനിലെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക നടപടി ഇന്ന് 6ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. 6 ദിവസം ആകുമ്പോൾ 636 ഇടങ്ങളിലാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആക്രമണം നടത്തിയത്. ഇതിൽ 105 ഇടങ്ങളും ഈ സാധാരണ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഇന്നലെ ടെഹ്റാനിന് സമീപമടക്കം ഈ താമസ സമുച്ചയങ്ങൾക്ക് നേരെ വളരെ വലിയ ആക്രമണമാണ് ഉണ്ടായത്. ഇവിടെ കുടിവെള്ളവും അതുപോലെ തന്നെ വൈദ്യുതിയും മുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയ ജനം കൂടുതൽ ദുരിതത്തിലാവുന്ന കാഴ്ചയാണ് ടെഹ്റാനിന് സമീപമുള്ള സ്ഥലങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. 174 നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇതുവരെ അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തിയിരിക്കുന്നത്. ആകെ 1332 ഡ്രോൺ ആക്രമണങ്ങളും അതുപോലെ തന്നെ മിസൈൽ ആക്രമണങ്ങളും നടത്തിയെന്നാണ് റെഡ് ക്രസന്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ ഈ അസർബൈജാനിലേക്ക് ഇറാന്റെ 2 ഡ്രോണുകൾ നേരത്തെ വന്നിരുന്നു. അവിടെ എയർപോർട്ടിന് സമീപവും അതുപോലെ തന്നെ അവിടെ ഒരു സ്കൂളിന് സമീപവുമായിരുന്നു ഈ ഡ്രോണുകൾ പൊട്ടിത്തെറിച്ചത്. ഇതിൽ അസർബൈജാൻ കടുത്ത എതിർപ്പ് ഉയർത്തിയിട്ടുണ്ട്. അസർബൈജാനിലെ ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സ്മിത സൂചിപ്പിച്ച പോലെ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം കഴിഞ്ഞ 5 ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള പ്രത്യാക്രമണം കുറഞ്ഞതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇറാന്റെ കൈവശം വിപുലമായ മിസൈൽ ശേഖരമുണ്ടെങ്കിലും അവ തൊടുക്കാനുള്ള ലോഞ്ച് പാഡുകൾ ഇസ്രായേലും അമേരിക്കയും നശിപ്പിച്ചതാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. ഇന്ന് ഉൾപ്പെടെ ഖോമിൽ നിന്ന് ഇറാന്റെ മൊബൈൽ മിസൈൽ ലോഞ്ചർ തകർക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ രാജ്യത്തുടനീളം ഈ മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ലോഞ്ച് പാഡുകൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണത്തിൽ തകർന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനാൽ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇറാന്റെ ഭാഗത്തുനിന്നുള്ള പ്രത്യാക്രമണം കുറഞ്ഞിട്ടുണ്ട്. അതേസമയം ലബനോണിൽ ഇസ്രായേൽ സേന ഹിസ്ബുള്ളക്കെതിരെ നടത്തുന്ന ഏറ്റുമുട്ടൽ അത് വളരെ രക്തരൂക്ഷിതമാവുകയാണ്. ലബനോണിന്റെ കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കി ഇസ്രായേലിന്റെ കരസേന മുന്നേറുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ലബനോൺ തലസ്ഥാനത്ത് നിന്ന് ബെയ്റൂട്ടിൽ നിന്ന് 65,000-ഓളം ആളുകൾ ഇതിനകം പലായനം ചെയ്തു സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയെന്നാണ് റിപ്പോർട്ടുകൾ. തെക്കൻ ലബനനിൽ ഇസ്രായേലിന്റെ ആക്രമണം വളരെ രൂക്ഷമാണ്. വ്യോമാക്രമണവും ഒരേ സമയം തന്നെ കരയാക്രമണവും ഇസ്രായേൽ ലബനോണിൽ നടക്കുന്നു. അങ്ങനെ 2 ഇടങ്ങളിലും ലബനോണിലും ഇറാനിലും കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്ന ആക്രമണവും അതുപോലെ തന്നെ ഏറ്റുമുട്ടലും ഈ 6ാം ദിവസവും തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.